വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് KV മണികണ്ഠൻ എഴുതിയിരിക്കുന്ന IIT മദ്രാസ് എന്ന നോവലാണ്. IIT മദ്രാസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മനോരമ ബുക്സ് ആണ്. ഇതിൻ്റെ വില 290 രൂപയാണ്. ഇതൊരു ത്രില്ലർ കാറ്റഗറിയിൽ പെട്ട ഒരു നോവലാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ഇത് ത്രില്ലർ അല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതൊരു കേസന്വേഷണം തന്നെയാണ് ഇതിൻ്റെ പ്രമേയമായിട്ട് വരുന്നത്. ഞാനിതിൻ്റെ കഥയുടെ ഒരു പ്ലോട്ട് ചെറുതായിട്ട് ഒരു ഐഡിയ പറയുകയാണ്. ഞാനിത് വായിക്കാത്തവർക്ക് അതിൻ്റെ സ്പോയിലർ പറയുന്നില്ല. അതായത് മസൂറ അലി ഖാനും ശിവകാമിയും IIT മദ്രാസിലെ വിദ്യാർത്ഥിനികളാണ്. അവർ ഈ രണ്ടുപേരും ഒരേ റൂമിൽ തന്നെയാണ് താമസിക്കുന്നത്. ശിവകാമി ഒരു പ്രത്യേകതയുള്ള, അതായത് ഭൂമിയെ സ്നേഹിക്കുക, കാടിനോട് കൂടുതൽ ആഭിമുഖ്യമുള്ള ഒരു പെൺകുട്ടിയാണ്. മസൂറ നോർമൽ ഒരു സാധാരണ പെൺകുട്ടിയാണ്. പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് അടുപ്പവും ഭയങ്കര സ്നേഹവും ഭയങ്കര ഒരു അഗാധമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശിവകാമി ഒരു വൈകുന്നേരം സ്വന്തം അച്ഛനും അമ്മയ്ക്കും പിന്നെ മസൂറയ്ക്കും ഒരു മൊബൈൽ മെസ്സേജ്, അതായത് ആത്മഹത്യക്കുറിപ്പ് പോലെ അയച്ചിട്ട് ശിവകാമി ആത്മഹത്യ ചെയ്യുന്നത്. അവൾക്ക് IIT മദ്രാസിൻ്റെ ഉള്ളിൽ ഒരു കാടാണ്. നോർമലി അതൊരു 600 ഏക്കറിലുള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കോളേജസും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ആ ആൾക്കാരുടെയൊക്കെ സ്റ്റാഫ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്താണ്. അപ്പോൾ ഇത്തിരിയധികം സ്ഥലമുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കുറേ മരങ്ങളും ഒക്കെയുള്ള കാടൊക്കെയുള്ള ഭയങ്കര നല്ല വായുവും കാറ്റൊക്കെയുള്ള ഒരു നല്ല ക്യാമ്പസാണ് IIT മദ്രാസ്. പക്ഷേ ഈ ഇതിനകത്ത് എഴുത്തുകാരൻ പറഞ്ഞു വെക്കുന്നത് അതിനകത്തൊരു കാടുണ്ട്, അതിന് ഒരു ചുറ്റുമതിലോട് കൂടിയിട്ട് ഒരു 6 ആൾ പൊക്കത്തിൽ ഒരു മതിലോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കാടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ജീവികൾ, കുരങ്ങന്മാരും മാനുകളും ഒക്കെ ഉണ്ടെന്ന്. ശരിക്കും റിയലിൽ മാനുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കുട്ടികൾ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാം. സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സിലേക്കൊക്കെ ഈ മാനൊക്കെ വരുന്നത്, കുരങ്ങന്മാർ വരുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഈ കഥയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉള്ളിലൊരു സെറ്റപ്പ് ആക്കിയിട്ട് എഴുത്തുകാരൻ എഴുതിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു മതിലും ഒരു ഇതായിട്ട്. അപ്പോൾ അതിനകത്ത് കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ടുവാസിയായിട്ടുള്ളത് നേക്കഡ് മാൻ ഓൺ ഷൂസ് എന്നാണ് പറയുന്നത്. അതായത് അയാൾക്ക് ചെരുപ്പ് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു ചെറിയ കൗബീനമാണ് അയാൾ ഉടുത്തിരിക്കുന്നത്. അപ്പോൾ അയാൾ രാത്രി സഞ്ചാരിയാണ്. പലരും അങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലർ കഥയായിട്ടും പറയുന്നുണ്ട്, ചിലരത് വിശ്വസിക്കാതെ ഇരിക്കുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഈ ശിവകാമി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഈ മസൂറ പറയുന്നത് അവൾക്ക് ഇയാളുമായിട്ട് ഒരു ഒരു അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെയാണ് എന്താണെന്നുള്ള കഥയൊന്നും അറിയില്ല. അടുപ്പമുണ്ടായിരുന്നു എന്ന് മാത്രമേ അവൾക്ക് അറിയുള്ളൂ. കൂടുതൽ രഹസ്യങ്ങൾ മസൂറയ്ക്ക് അറിയില്ല. അങ്ങനെ ഈ ശിവകാമിയുടെ മരണത്തോട് കൂടിയിട്ട് ഈ മസൂറ ആകെ ഒരു ഡിപ്രഷൻ രീതിയിലേക്ക്, അവൾക്ക് ഉത്സാഹമില്ലാതെ അവൾ ആകെ പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മസൂറയുടെ അച്ഛൻ റിസർച്ച് അനാലിസിസ്, അതായത് IB റോ അങ്ങനെയൊക്കെയുള്ള അനാലിസിസ് വിങ്ങിൽ ഡയറക്ടറാണ്. അത് ഡയറക്ടർ ഇൻചാർജാണ്. അപ്പോൾ അയാൾക്ക് അത്രയും പവർഫുള്ളാണ്. അപ്പോൾ ആകെ ഡിപ്രസ്ഡ് ആയി പോയതുകൊണ്ട് കോളേജ് മാറ്റിയാലോ എന്നൊക്കെ അച്ഛൻ ആലോചിക്കുകയാണ്. കാരണം അയാൾക്ക് അതിന് സാധിക്കും. അയാൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് അയാളുടെ കീഴെ ജോലി ചെയ്തിരുന്ന ഈ IBയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു സിവിൽ സർവൻ്റ് ആയിട്ടുള്ള ഒരാളാണ് വർഗീസ് കാട്ടാളൻ. വർഗീസ് കാട്ടാളൻ റിട്ടയർഡ് ആയിട്ട് IPS ഓഫീസറൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അയാൾ ഇപ്പോൾ പോലീസിൻ്റെ എന്തെങ്കിലും കേസുകൾ, പോലീസിന് തെളിയിക്കാൻ പറ്റാത്ത കേസുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ വരുമാനം. അയാൾ നാട്ടിലെ നല്ല സാമ്പത്തിക സ്ഥിതിയും ഒക്കെയുള്ള ഒരാളാണ്. ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഹിമായത് അലി ഖാൻ അയാൾ അന്വേഷിക്കുമ്പോൾ കാട്ടാളൻ ഇവിടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ, കാട്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച കേസുകളൊന്നും ഇതുവരെ തോറ്റിട്ടില്ലാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഈ അലിഖാൻ ഇയാൾക്ക് ഈ വർഗീസ് കാട്ടാളനോട് മസൂറയുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ആ കേസ് അന്വേഷിക്കാൻ കൊടുക്കുകയാണ്. ആ കേസ് അന്വേഷിക്കാനായിട്ട് മസൂറ കൊടുക്കുമ്പോൾ ഈ വർഗീസ് കാട്ടാളൻ ഇവിടെ ആകെ മൂഡ് ഓഫ് ആൻഡ് സംസാരിക്കുക, ഭക്ഷണം കഴിക്കുക അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് കാട്ടാളൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം നീസായിട്ടുള്ള, അതായത് ജെന്നിഫർ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ മകളെയും, അവളൊരു ജേർണലിസ്റ്റാണ്. പക്ഷേ അവൾ പ്രതീക്ഷിച്ചത്ര രീതിയിൽ അവൾക്ക് ജേർണലിസത്തിൽ തിളങ്ങാനായിട്ട് കഴിഞ്ഞില്ല. ഈ ഓൺലൈൻ മാഗസീനിലൊക്കെ ഈ മറ്റേ ഫിലിം സ്റ്റാർസ് അങ്ങനത്തെയൊക്കെ വരുന്നത് കാരണം അവൾക്ക് തിളങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് കാട്ടാളൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ജെന്നിഫറിനെ മസൂറയുടെ ശിവകാമിക്ക് പകരമായിട്ട് ജെന്നിഫറിനെ ആ റൂമിലേക്ക് അയക്കുകയാണ്. അങ്ങനെയാണ് ഇവർ ശിവകാമിയുടേതും ആത്മഹത്യയാണോ മരണമാണോ എന്ന് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണം തുടങ്ങുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ അന്വേഷിക്കുകയും ശിവകാമിയുടെ നാട്ടിൽ പോവുകയും അങ്ങനെ വർഗീസ് കാട്ടാളൻ ഇതിൽ ശിവകാമിക്ക് എന്തു പറ്റി എന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് ഈ കാക്കി എന്നാണ് ഈ ആദിമ മനുഷ്യനായിട്ട് ജീവിക്കുന്ന അയാൾ കുരങ്ങൻ്റെ പോലെ മരത്തിന്മേൽ കയറി ഇറങ്ങും, എത്ര ഉയരത്തിൽ ചാടാനും പിടിക്കാനും ഒക്കെ കഴിവുള്ള പകുതി മനുഷ്യനും പകുതി കുരങ്ങനുമായിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളെനെ പറ്റി അന്വേഷിക്കുകയോ അപ്പോൾ ശരിക്കും എന്താണ് ഉണ്ടായത് എന്നുള്ള
എന്നുള്ള ഒരു കഥ തന്നെയാണ് ഈ IIT മദ്രാസിൽ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് വളരെ രസകരമായിട്ട് വായിച്ചു പോകാൻ പറ്റുന്ന, നമുക്കൊരു ത്രില്ലിംഗ് ആണ്, നമുക്ക് നെക്സ്റ്റ് എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ചൊക്കെ ഒരു എഡിറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്, കുറച്ചൊക്കെ ഭാഗങ്ങൾ കുറയ്ക്കാമായിരുന്നു. അതായത് പിന്നെ ഇതിനകത്ത് സെക്കൻഡ് ഭാഗമായിട്ട് ഈ കാക്കി എന്ന് പറഞ്ഞ ആളുടെ ജീവചരിത്രം, അയാളെങ്ങനെയാണ് അതിനകത്ത് വന്ന് പെട്ടത് എന്നുള്ള ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇത്തിരി ഓവറായിട്ട് എനിക്ക് തോന്നി. കാരണം അത്രയ്ക്കൊന്നും പറയണ്ടേ. അതൊക്കെ ഈ കഥയിൽ ഒന്നുകൂടിയും എന്താണ് എഡിറ്റ് ചെയ്തിട്ട് അതൊക്കെ ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിലുള്ള ഒരു കഥ തന്നെയായിട്ടാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ഇതിൻ്റെ ഇടയിൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. ഞാനിതിപ്പോൾ പറയുന്നത് നമ്മളൊരു വായനക്കാരി എന്നുള്ള രീതിയിൽ തന്നെയല്ല, കുറച്ചൊക്കെ ചുരുക്കി, പിന്നെ കുറേയൊക്കെ എന്താണ് ഇങ്ങനെ വലിച്ചു നീട്ടിയ പോലെയൊക്കെയുള്ള ഒരു ചില സ്ഥലത്ത് വലിച്ചു നീട്ടിയ പോലെയുള്ള ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം, നമ്മൾ വിചാരിക്കാത്ത ഒരു എൻഡിങ് ഒക്കെയാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെയാണ് IIT മദ്രാസിൻ്റെ പുതുമകൾ, അല്ലെങ്കിൽ ഇതിൻ്റെ വൃത്താന്തങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ത്രില്ലർ വായിക്കാൻ, ഇപ്പോൾ നമുക്കിപ്പോൾ എന്താണ് ഒരു നമുക്ക് വേണമെങ്കിൽ ഈ വർഗീസ് കാട്ടാളിനെ നമുക്കൊരു സുരേഷ് ഗോപിയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഒരു സിനിമാറ്റിക് പോലെയൊക്കെ തന്നെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്താണ് ഹീറോൻ്റെ ഒരു ഭയങ്കര ഓവറായിട്ട് ഹൈപ്പ് ചെയ്തിട്ടൊക്കെയാണ് വർഗീസ് കാട്ടാളിനെയൊക്കെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അയാൾക്ക് എന്തും കഴിയും എന്നുള്ള രീതിയിൽ, അയാൾക്ക് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള രീതിയിൽ, മീൻസ് ഒരു സൂപ്പർ സിനിമാറ്റിക് രീതിയിലാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. നമുക്കത് ബോറൊന്നായിട്ട് തോന്നില്ല കേട്ടോ, നമുക്കത് ഇഷ്ടപ്പെടും, കുഴപ്പമില്ല, നമുക്ക് വർഗീസ് കാട്ടാളിനെ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷേ കുറച്ചൊക്കെ ഒന്ന് ചുരുക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാവുന്ന ഒരു കാര്യം. നല്ല ഒരു ത്രില്ലർ തന്നെയാണ്. എനിക്കിതിൻ്റെ രണ്ടാം ഭാഗം എനിക്കത് അങ്ങോട്ട് ഇഷ്ടമായില്ല. ബാക്കിയൊക്കെ നമുക്ക് ആദ്യത്തെ ഭാഗം തന്നെ നല്ല ഭംഗിയുള്ള ഒരു നോവൽ, ഒരു ത്രില്ലർ നോവൽ തന്നെയാണ്. പിന്നെ കാക്കിയുടെ ജീവിതചരിത്രം എനിക്കത് പറയുന്നത് അത് ഒത്തിരി ബോറിംഗ് ആയിട്ട് തോന്നി. അത് അത്രയും പറയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് IIT മദ്രാസിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ത്രില്ലർ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ IIT മദ്രാസ് ഒരു നല്ല പുസ്തകമായിരിക്കും. അപ്പോൾ ഇനിയും KV മണികണ്ഠൻ ഇങ്ങനത്തെ നോവലുകൾ എഴുതട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.